നമ്മളിപ്പം 10th തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം 10th എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് ആണല്ലേ. അപ്പം നമ്മുടെ കരിയർ ചൂസ് ചെയ്യാനും ഇപ്പം നമ്മൾ 10th എല്ലാവരും പറയില്ലേ നമ്മളടുത്ത് എന്താണ് ഫുൾ A+ വാങ്ങിക്കണം എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ A+ ആണല്ലേ. നമ്മൾ എന്തിനാണ് ഫുൾ A+ വാങ്ങിക്കുന്നത്? നമുക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് അല്ലേ, +1 +2 നമുക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് നമുക്കിഷ്ടപ്പെട്ട സ്കൂളിൽ നമുക്ക് പഠിച്ച് നമ്മുടെ കരിയർ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഒരു ഫുൾ A+ൽ കുറയാതെയുള്ള ബെസ്റ്റ് സ്കോർ തന്നെയാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ വെറുതെ നമ്മൾ എയിം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഫുൾ A+ വേണം എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഫുൾ A+ കിട്ടും ഇല്ല അല്ലേ. നമ്മളതിന് വർക്ക് ചെയ്യണം, നല്ലപോലെ വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസൊക്കെ പറയുണ്ടാവും എപ്പോഴും പഠിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും അല്ലേ. എന്തത് എപ്പോഴും പഠിക്കുമ്പോൾ മടിയാവുമല്ലേ അല്ലേ, ബോറടിക്കുന്നു, പഠിച്ച് ബോറടിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബോറടിക്കാതെ പഠിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും നമ്മുടെ ബ്രെയിനിന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നിങ്ങൾ അടുപ്പിച്ചിരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ ടയേർഡാവും, നമ്മളും ടയേർഡാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഒരു 20 മിനിറ്റ്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ 20 മിനിറ്റ്സ് പഠിക്കുക, ഓക്കെ. ഒരു 20 മിനിറ്റ് നിങ്ങൾ പഠിക്കുക, അതിനുശേഷം നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക. ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ആ സമയത്ത് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് TV കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കാം. ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടാവില്ലേ ചിലപ്പോൾ വീട്ടിൽ, ഇപ്പോൾ മുത്തശ്ശിയോടൊക്കെ സംസാരിക്കാം. ഇനി അല്ല സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് അടി ഉണ്ടാക്കാം, എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാമല്ലേ. പക്ഷേ അതെന്ത് ചെയ്യരുത്, ഒരു 10 മിനിറ്റ്സിന് മുകളിലായി പോകരുത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് പിന്നെ ആ ഒരു മൂഡായിരിക്കും, കളിക്കാനുള്ളൊരു മൂഡായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു 20 മിനിറ്റ്സ് പഠിക്കുന്നു, 10 മിനിറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും 20 മിനിറ്റ്സ് പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു ചിന്ത ഉണ്ടാവും, ഞാൻ ടയേർഡ് ആവുന്നില്ല, ഞാൻ ഫ്രഷ് ആണ് എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കും ആ ഒരു ബോറടി ഫീൽ ചെയ്യത്തില്ല. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് എക്സാമിൻ്റെ സമയത്തേക്കൊക്കെ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഇരുന്ന് പഠിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അന്നത്തെ അതേ ദിവസം തന്നെ നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ബേർഡൻ വരുന്നില്ല അല്ലേ. കുറേ പേര് എന്താണെന്നറിയോ ചെയ്യുക, ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലല്ലോ 10th സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്തിനാ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ പഠിക്കാതെ ഇടും. എന്നിട്ട് പരീക്ഷയുടെ തലേദിവസമായിരിക്കും അയ്യോ എനിക്ക് ഇത്രയും പഠിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒന്നും ആ ടെൻഷനായിട്ട് പിന്നെ ഒന്നും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അത് നമുക്ക് ആർക്കും വരാൻ പാടില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയമാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവാം. ഒരിക്കലും നമ്മൾ നാളേക്ക് എന്ന് പറഞ്ഞ് ഒരിക്കലും വെക്കരുത്, ഓക്കെ. ശരിയാണ്, ചില സമയത്ത് ചിലപ്പോൾ നാളേക്ക് വേണ്ടി നമുക്ക് വെക്കേണ്ടി വരും. അപ്പം അത് നമ്മളുടെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വയ്യാണ്ടായി പോകണം അല്ലെ, അസുഖമൊക്കെ നമുക്ക് വരാം. അപ്പം നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ. അപ്പം നമുക്ക് പിന്നീട് പഠിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെയൊക്കെ സമയങ്ങളിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പിറ്റേ ദിവസത്തേക്ക് അതിനെ മാറ്റി വയ്ക്കുക. അല്ല നമുക്ക് ഓക്കെയാണ്, നമ്മൾ നല്ല ഫിറ്റായിട്ടിരിക്കുന്ന സമയമാണ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ആ ഒരു സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ ടയേർഡ് ആവാതെ ആ ഒരു ബ്രേക്ക് എടുത്ത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം, ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഫുൾ A+ തന്നെ നിങ്ങൾക്ക് അവസാനം നമ്മുടെ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചിലർ പറയില്ല എന്താണ് ഞാൻ ആദ്യം ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ അവസാനത്തേക്ക് ഭയങ്കരമായിട്ട് പഠിച്ചു, അത് കാരണമാണ് എനിക്ക് നല്ല മാർക്ക് കിട്ടിയെന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് എന്തിനാ അങ്ങനെ ചെയ്യണമല്ലേ, നമുക്ക് സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നമുക്ക് 1 വർഷമുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആക്ച്വലി ഈ ഫുൾ A+ കിട്ടും. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു വഴി ഉണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ ഈ അവസാനത്തേക്ക് വെച്ച് നമ്മൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതല്ലേ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ബോറടി ഇല്ലാതെ ഈ ഒരുമിച്ച് ആ സമയത്ത് പഠിക്കുന്നതിന് പകരം കൃത്യമായിട്ട് ഓരോ ദിവസവും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെ മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ അതേപോലെ നമ്മൾ ബ്രേക്കിന് വേണ്ടിയിട്ടും നമ്മളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും മാറ്റി വെച്ച് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ബോറടിക്കില്ല, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും, ഫുൾ A+ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വെക്കുക.
കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും 10th ഫുള്ളി A+ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.